മോർണിംഗ് സ്റ്റുഡൻസ്, ഹാപ്പി സ്കൂൾ ബൈ ഐഫറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഓക്കെ, ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാലോ? നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാറുണ്ട് അല്ലേ? അതെന്തിനാണ് നമ്മൾ പല്ല് തേക്കുന്നത്? അതെ, നമ്മുടെ ടീത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ചിക്കൻ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതും ഒക്കെ നമ്മൾ ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൂത്ത് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? നമ്മൾ ചിക്കൻ കഴിക്കുക എങ്ങനെയാണ്? നമ്മൾ കുറച്ച് ഈ സൈഡിലേക്ക് ഇട്ടിട്ടല്ലേ ചിക്കൻ കഴിക്കുക. അതുപോലെ നമ്മളൊരു ക്യാരറ്റ് കഴിക്കുകയാണ് എങ്ങനെയാണ്? നമ്മൾ ഫ്രണ്ടിലിട്ടിട്ട് ഒറ്റ കടിയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്ത് മനസ്സിലാവും? നമ്മൾ ഉപയോഗിക്കുന്ന ടീത്ത് വേറെ വേറെയാണ് അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ ഏത് ടീത്താണ് ഓരോന്നിനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ടൂത്ത്, അതായത് നമ്മുടെ പല്ലിൻ്റെ ഘടന നോക്കിയാലോ? ഓക്കെ. അപ്പം നമ്മൾ ആദ്യം സ്ട്രക്ചർ ഓഫ് ടൂത്ത് പഠിക്കുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ ടൂത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ടീത്ത് എന്ന് പറയുന്നത്? യെസ്, ടീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെ നമ്മുടെ ഫുഡിനെ എന്ത് ചെയ്യാനാണ്? ബൈറ്റ് ചെയ്തിട്ട് പീസസ് ആക്കാനും അതുപോലെ തന്നെ ചൂ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ടീത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ ഫുഡിനും കഴിക്കുമ്പം നമ്മൾ ഓരോ ടീത്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമ്മുടെ ഹ്യൂമൻസിൽ മെയിനായിട്ട് എത്രയാണ്? 4 ടൈപ്സ് ടീത്ത് ഉണ്ട്. എത്രയാണ്? 4 ടൈപ്സ് ടീത്ത് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യത്തേതാണ് ഇൻസിസേഴ്സ് അല്ലേ? ഇൻസിസേഴ്സ്. ഈ ഇൻസിസേഴ്സിന് നമ്മൾ എന്ത് പറയും? ഉളിപ്പല്ല്. ഉളിപ്പല്ല്. അടുത്തതാണ് കെനൈൻസ്. കെനൈൻസ്. കെനൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പം പല്ല് അല്ലേ? നമ്മുടെ കൊമ്പം പല്ല്. ഇനി പ്രീമോളാർ എന്ന് പറയുന്നത് അഗ്രചർവകണം. ഓക്കെ. അടുത്തതാണ് മോളാർ. മോളാർ എന്ന് പറയുന്നത് ചർവകണം. ഓക്കെ, അപ്പം ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് എത്ര ടൈപ്പ് ടീത്ത് ഉണ്ട്? ഇൻസിസേഴ്സ്, കെനൈൻസ്, പ്രീമോളാർ, മോളാർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 4 ടൈപ്സ് ടീത്ത് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? ഇനി ഈ ടീത്തിനെല്ലാം ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ഒരേപോലെ ആയിരിക്കുമോ? യെസ്, ഇതിൻ്റെ എല്ലാം ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അറൗണ്ട് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ലാഭമായില്ലേ? ഇവിടെ 4 ടൈപ്സ് ടീത്ത് ഉണ്ട് എന്ന് പഠിക്കേണ്ടി വന്നു. പക്ഷെ നമുക്ക് സ്ട്രക്ചർ ഒരെണ്ണം പഠിച്ചാൽ മതി അല്ലേ? അപ്പോൾ നോക്കിയാലോ? ഓക്കെ. അപ്പം നമ്മുടെ നമ്മുടെ ടീത്ത്, അതായത് നമ്മുടെ ടൂത്ത്, നമ്മൾ ഒരാളെ ആക്കി എടുക്കുമ്പോൾ ടൂത്ത്, ഈ ടൂത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയാലോ? ഏതാണ്? ഫസ്റ്റ് വൺ ഇനാമൽ. ആരാണ്? ഇനാമൽ. സെക്കൻഡ് വൺ ഡെൻറ്റൈൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് പൾപ്പ് ക്യാവിറ്റി. ഫോർത്ത് വൺ ആണ് സിമൻറ്റം. ഓക്കെ, ഏതൊക്കെയാണ്? ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ് ക്യാവിറ്റി, സിമൻറ്റം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടീത്തിൻ്റെ സ്ട്രക്ചർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാലോ? അപ്പോൾ നമ്മളൊരു ടീത്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനാണ് ക്രൗൺ. യെസ്, ക്രൗൺ. അതേപോലെ അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ബെൻഡിങ് പോർഷനാണ് നെക്ക്. നെക്ക്. അത് കഴിഞ്ഞ് അടിയിലേക്ക് വരുന്ന ഈ ഒരു റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാണ്? നമ്മുടെ പല്ലിൻ്റെ ജസ്റ്റ് ഒരു റീജിയൻസ് കാണിച്ചു തരികയാണ്. ഈ ഒരു റീജിയനാണ് ക്രൗൺ. അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ബെൻഡിങ് റീജിയനാണ് നെക്ക്. അത് കഴിഞ്ഞ് ഈ ഒരു റീജിയനാണ് റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് നമ്മുടെ ഈ 4 റീജിയൻസിനെ കുറിച്ചാണ്. അപ്പം മുകളിൽ കാണുന്ന ഈ ഒരു റീജിയൻ ഇല്ലേ? ഓക്കെ,
ഈ ഒരു റീജിയൻ ആണ് എന്ത് നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു റീജിയൻ ആണ് എന്ത് ഇനാമൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു റീജിയൻ കണ്ടോ, നമ്മുടെ ഓക്കെ ഈ ഒരു റീജിയൻ ആണ് എന്ത് ഡെൻഡൈൻ എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡൈൻ. ഓക്കെ, അപ്പോൾ ഇനാമൽ ഇവിടെ വരുന്നു, ഡെൻഡൈൻ ഇവിടെ വരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു റീജിയൻ, അതായത് നമ്മൾ ഇങ്ങനെ ഈ ഒരു യെല്ലോ റീജിയൻ കണ്ടോ, യെസ്, ഈ ഒരു റീജിയൻ ആണ് എന്ത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. എന്താണ് പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, ഇനി ഈ ഒരു റീജിയൻ കണ്ടോ, ഇങ്ങനെ ഇമേഴ്സ് ആയിട്ടുള്ള ഈ റോസ് റീജിയൻ, ഇതാണ് എന്ത് നമ്മുടെ സിമൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 റീജിയൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ വരുന്നത് ഇനാമൽ, പിന്നെ ഡെൻഡൈൻ, പിന്നെ പൾപ്പ് ക്യാവിറ്റി, പിന്നെ എന്താ സിമൻറ്റം. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇനാമൽ എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇനാമൽ. ഓക്കെ, ഇനാമൽ. അപ്പം ഇനാമൽ എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഏറ്റവും എന്താണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇനാമലാണ്. അതായത് എന്താ ഏറ്റവും കഠിനമായ പദാർത്ഥം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് എന്ത് നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. ഈ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത് ആണ്. നമ്മുടെ ടൂത്തിൻ്റെ ഔട്ടർ കവറിങ് ആണ്. നമ്മൾ രാവിലെ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കണ്ണാടി പോയിട്ട് ഈന്ന് കാട്ടൂലേ, നല്ല വെളുത്ത് നിൽക്കുന്നില്ലേ, ആ വെളുത്ത് നിൽക്കുന്നത് ആരാണ് നമ്മുടെ ഇനാമലാണ് കേട്ടോ. അപ്പം എന്തൊക്കെ പഠിച്ചു, ഇനാമലാണ് ഹ്യൂമൻ ബോഡിയിലെ എന്താണ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടൂത്തിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയുന്ന ആരാണ് ഇനാമലാണ്. പിന്നെ ഇനാമൽ എന്താ നോൺ ലിവിങ് ആണ് കേട്ടോ. നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ് നോൺ ലിവിങ് ആണ്. ഓക്കെ, ഇനാമൽ ക്ലിയർ ആയില്ലേ. ഇനി അടുത്തത് ഏതായിരുന്നു ഡെൻഡൈൻ. ഏതാണ് ഡെൻഡൈൻ. ഡെൻഡൈൻ എന്ന് പറയുന്നത് എന്താ ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഇസ് ഫോം. ടൂത്തിൽ എന്താണ് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് നമ്മൾ എന്ത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തൊട്ടാൽ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം എന്താ അത് ലിവിങ് ടിഷ്യൂ ആയിട്ടോ. ഇനി അടുത്തതാണ് എന്ത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. ഏതായിരുന്നു നമ്മുടെ ഔട്ടർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇനാമൽ ആയിരുന്നു അല്ലേ. അപ്പം പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ ടൂത്തിലെ ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പൾപ്പ് ക്യാവിറ്റിയിൽ നമുക്ക് പൾപ്പ് കാണാൻ പറ്റും. അതായത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടുള്ള പൾപ്പ് എന്ത് ചെയ്യാൻ പറ്റും ഈ പൾപ്പ് ക്യാവിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ പൾപ്പ് ക്യാവിറ്റിയിൽ നമ്മൾ പൾപ്പ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ഒരു മഞ്ഞ റീജിയനിൽ ഇങ്ങനെ കുറേ നെർവ്സ് പോകുന്നില്ലായിരുന്നോ, ഉണ്ടായിരുന്നു അല്ലേ. അപ്പം എന്താണ് ആ ഒരു റീജിയനിൽ നമുക്ക് ബ്ലഡ് വെസൽസ് കാണാം, നെർവ്സ് കാണാം, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എന്ത് അത് ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ടൂത്ത് ആണ്. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, പൾപ്പ് ഉണ്ട്, പിന്നെ ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് വൺ ഏതാണ് സിമൻറ്റം. ഏതാണ് സിമൻറ്റം. സിമൻറ്റം എന്താ നോക്കിയാലോ. സിമൻറ്റം എന്ന് പറയുന്നത് എന്താ, യെസ് നോക്കിയേ, കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. നമ്മൾ പല്ല് പറിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ഇങ്ങനെ ഒരു റീജിയൻ കാണും അല്ലേ, ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ടൂത്തിനെ നിർത്തുന്നത് ആരാണ്, നമ്മളിങ്ങനെ നോക്കുകയാണ് ആ ഒരു കറക്റ്റ് സ്പേസിൽ നമ്മുടെ ടൂത്തിനെ നിർത്തുന്നത് ആരാണ്, ഈ സിമൻറ്റം ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ ടൂത്തിനെ
കറക്റ്റായിട്ട് ആ സോക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? സിമൻ്റാണ്. ഈ സിമൻ്റ് എന്ന് പറയുന്നത് എന്താ? കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഈ സിമൻ്റാണ് എന്ത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട് അല്ലേ, ഇവിടെ നമ്മുടെ പല്ലിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഈ സിമൻ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ടൂത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ഈ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് 4 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇനാമൽ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു? ഡെൻഡൈൻ ഉണ്ടായിരുന്നു, പൾപ്പ് ക്യാവിറ്റി ഉണ്ട്, സിമൻ്റ് ഉണ്ട്. അതിൽ ഇനാമലാണ് എന്ത്? യെസ്, നമ്മുടെ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൾപ്പ് ക്യാവിറ്റി ആണ് എന്ത്? യെസ്, ഇന്നർമോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഈ ഒരു പോർഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു.